നമ്മൾ ഈ ഐഫോൺ ഒന്ന് കടലിൽ കൊണ്ട് ചിടാൻ പോവാണ്. സോറി, മാറിപ്പോയി. ഫോൺ ഇതാണ്, പക്ക വർക്കിംഗ് ഫോണാണ്. കോളിംഗ് അടക്കം കിട്ടുന്ന ഫോണാണ്. ഇനി കംപ്ലൈന്റ് ഉള്ള ഫോണാണ്, വെടക്കായ ഫോണെന്ന് ഒന്നും പറയണ്ട. കോളിംഗ് അടക്കം കിട്ടുന്ന വർക്കിംഗ് ഫോൺ. എന്താ സംഭവം എന്നുള്ളത് വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്താൽ മനസ്സിലാവും. നമ്മൾ ഫോണ് കടലിലിടാൻ പോവാണ്. ഇങ്ങനെയാണ് നമ്മളോട് പലപ്പോഴും ഫോണ് കടലിൽ കളിക്കുന്ന സമയത്തും തിരമാലയിലൊക്കെ അത് നോക്കി ഷൂ നനഞ്ഞല്ലോ, ഇതുപോലെയാണ് ഫോൺ കടലിൽ വീഴുക. ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്ന, കടൽ വെള്ളത്തിൽ വീഴുന്ന ഒരു ഫോണ് എന്താണ് സംഭവിക്കാന്നുള്ളത് നമുക്കിനിപ്പോൾ അടുത്തൊരു 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 5 ദിവസം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇപ്പോൾ എന്താണ് ഈ ഫോണിൻ്റെ കണ്ടീഷൻ നോക്കാം, ഫോണാകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഫോൺ ഓണാണ്, വർക്കിംഗ് ആണ്, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ഫോൺ വർക്കിംഗ് കണ്ടീഷനാണ് ഉള്ളത്. നിങ്ങൾ വെള്ളത്തിൽ വീഴുന്ന ഫോണുകളൊക്കെ വെള്ളത്തിൽ വീണ ആ ഒരു സമയത്ത് ഒട്ടുമിക്ക ഫോണുകളും വർക്കിംഗ് ആയിരിക്കും. പിന്നീട് ഈ ഫോണിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ കടലിലിട്ട സമയത്ത് കയറിയ ഉപ്പുവെള്ളത്തിൻ്റെ അംശവും, ഇപ്പോൾ ഉപ്പുവെള്ളമല്ല സാധാ വെള്ളത്തിലാണ് വീഴുന്നതെങ്കിൽ ഈ വെള്ളം ഒരു 2-3 ദിവസം കഴിഞ്ഞ് മദർ ബോർഡിൽ റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2-3 ദിവസം കഴിഞ്ഞ്, അതായത് ഈ ഫോൺ ഡെഡ് ആകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ ആ സമയത്ത് ഫോൺ അയച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് കാണിച്ചു തരാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഒരു 5 ഡേയ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 ഡേയ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മദർ ബോർഡിൻ്റെ കണ്ടീഷൻ എന്താണ്, അതായത് ഉപ്പുവെള്ളം ഫോണിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മദർ ബോർഡിൽ എന്ത് റിയാക്ഷനാണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം.